ഈ വിധം വിചിത്രമായ സ്വപ്നം ദർശിക്കവേ പെടുന്നനെ അബ്ദുല്ലാഹിബ്നു മുബാറക്ക് ഞെട്ടി ഉണർന്നു. താൻ കണ്ട സ്വപ്നത്തിലെ നായകൻ ആര്? ഇത്രയും മഹത്വമുള്ള ചെരുപ്പ് തുന്നുന്ന മനുഷ്യൻ ആര്? ഹജ്ജ് നിർവഹിക്കാതെ ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിച്ചവർ മാത്രമോ? അദ്ദേഹം കാരണമായി 6 ലക്ഷത്തോളം ആളുകളുടെ ഹജ്ജുകൾ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. അയാൾ ഒരു മഹാൻ തന്നെയാണ്. മുബാറക് അല്ലാഹു തആലാനുവിൻ്റെ മനസ്സ് മന്ത്രിച്ചു. അടുത്ത പ്രഭാതം അബ്ദുല്ലാഹിബ്നു മുബാറക് അല്ലാഹു തആലാഹു ദമസ്കസിലേക്ക് യാത്രയായി. മുവഫക്കിനെ കണ്ടെത്തണം, അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കണം. നീണ്ട യാത്രയ്ക്ക് ശേഷം മുബാറക് അല്ലാഹു തആലാഹു ദമസ്കസിലെത്തുകയും മുവഫക്കിനെ കണ്ടുമുട്ടുകയും ചെയ്തു. പ്രാഥമിക സംസാരങ്ങൾക്ക് ശേഷം മുബാറക് അല്ലാഹു തആലാഹു ആഗമന ഉദ്ദേശം വിശദീകരിച്ചു. പിന്നീട് രണ്ടുപേരും സംഭാഷണം തുടർന്നു. അബ്ദുല്ലാഹിബ്നു മുബാറക് അല്ലാഹു തആല പറഞ്ഞു, താങ്കൾ ഇത്രയും മഹത്തായ പദവിയിൽ എത്താനുള്ള കാരണം എന്താണ്? അത് അറിയാനുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. മുവഫക്ക് പറഞ്ഞു, അതിന് പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായ ഹജ്ജ് കർമ്മത്തിൻ്റെ സാഫല്യത്തിന് വേണ്ടി ജീവിതം മുഴുവൻ സ്വരൂപിച്ച ധനം മറ്റൊരു സൽക്കർമ്മത്തിന് വേണ്ടി ഞാൻ വിനിയോഗിച്ച കഥയാണത്. മഹാൻ കഥ തുടർന്നു. തുടരും.